പോയിന്റ് ബേസിൽ നമുക്ക് എങ്ങനെ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? ഏതൊക്കെ ക്രൈറ്റീരിയാസിലാണ് ഒരു ആപ്ലിക്കന്റിന് പോയിന്റ്സ് ലഭിക്കുക? പോയിന്റ്സ് ഈ നമ്മൾ പല ഫാക്ടേഴ്സ് ആണ്. ഏജ് ഒരു ഫാക്ടറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏജാണ്. ഏജ് ഫാക്ടറിൽ 45 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. 18 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെ ഉള്ളവർക്ക് 25 പോയിന്റ്. 25 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 30 പോയിന്റ്. 33 മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക് 25 പോയിന്റ്. 40 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് 15 പോയിന്റ്. ഇതാണ് ഏജിന്റെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പ്രൊഫഷണൽ ലെവൽ സ്കോർ IELTS 7 ഈച്ചോ ഇക്വലന്റോ ഉള്ളവർക്ക് മാത്രമേ പ്രൊഫഷണൽ ലെവൽ സ്കോറിൽ നമുക്ക് പോയിന്റ് കിട്ടുള്ളൂ 10. അത് സുപ്പീരിയർ ലെവൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 20 പോയിന്റ് കിട്ടും. IELTS 8 ഈച്ച് ഓർ ഇക്വലന്റ്. അതേസമയം സ്കിൽ സെലക്ട് മൈഗ്രേഷൻ, പോയിന്റ് ബേസ്ഡ് മൈഗ്രേഷൻ അപേക്ഷിക്കണമെങ്കിൽ തന്നെ നമുക്ക് കോമ്പീറ്റന്റ് ലെവൽ സ്കോർ വേണം. 6 ഈച്ച്. അതിന് പോയിന്റ് ഇല്ല, പക്ഷേ നമുക്ക് കോമ്പീറ്റന്റ് ലെവൽ സ്കോർ വേണം. എന്നാലേ നമുക്ക് എലിജിബിലിറ്റി വരുള്ളൂ. EOE ഇടാൻ പോലും ഉള്ള ഒരു എലിജിബിലിറ്റി വരണം. അപ്പോൾ അതാണ് ഇംഗ്ലീഷിന്റെ. പിന്നീട് വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും കുറഞ്ഞത് വിദേശത്തെ ഏറ്റവും കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആ നോമിനേറ്റഡ് ഓക്കുപേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ്. 5 തൊട്ട് 8 വർഷം വരെയാണ് നിങ്ങൾക്ക് ഓക്കുപേഷനിൽ പരിചയമുള്ളതെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ 10 പോയിന്റ്. 8 തൊട്ട് 10 വരെയാണ് മാക്സിമം 15 പോയിന്റ്. അതേസമയം ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ 1 വർഷം തികയുമ്പോൾ നിങ്ങൾക്ക് 5 പോയിന്റ്. 1 വർഷം മുതൽ 3 വർഷം വരെയാണ് 5 പോയിന്റ് കിട്ടും. 3 വർഷം തൊട്ട് 5 വർഷം വരെ ആണെന്നുണ്ടെങ്കിൽ 10 പോയിന്റ് കിട്ടും. 5 തൊട്ട് 8 വർഷം വരെയാണ് 15 പോയിന്റ് കിട്ടും. 8 തൊട്ട് 10 വർഷം വരെയാണ് 20 പോയിന്റ്. മാക്സിമം നിങ്ങൾക്ക് 20 പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇതില് എലിജിബിലിറ്റി എത്ര മിനിമം എക്സ്പീരിയൻസ് വേണം? മിനിമം എക്സ്പീരിയൻസ് വേണം എന്നുള്ളതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 65 പോയിന്റ് കണ്ടെത്താൻ കഴിയുമ്പോൾ അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റിൽ കൊണ്ടുവരാൻ കഴിയുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഉദാഹരണത്തിന് 25-നും 32-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു ആപ്ലിക്കന്റിന് 30 പോയിന്റ് സ്ട്രേറ്റ് അവേ കിട്ടും. അവർക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 15 പോയിന്റ് കിട്ടും. 30, 15, 45. അതേ ആപ്ലിക്കന്റിന് സുപ്പീരിയർ ലെവൽ ഇംഗ്ലീഷ് സ്കോർ ഉണ്ടെങ്കിൽ 20 പോയിന്റ് കിട്ടും. അപ്പം 40-ഉം 45-ഉം 30-ഉം 15-ഉം 45 പ്ലസ് 20 65. ദേ ആർ എലിജിബിൾ. മിനിമം 45 പോയിന്റ് മതി. പക്ഷേ ദേ നീഡ് പോസിറ്റീവ് സ്കിൽസ് അസസ്മെന്റ് ഇൻ ദെയർ നോമിനേറ്റഡ് ഓക്കുപേഷൻ. വാട്ട് എവർ ഓക്കുപേഷൻ ദേ ആർ പിക്ക് ആൻഡ് ചൂസ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജിന്റെ സ്കോർ പറഞ്ഞു. ഒരു ആപ്ലിക്കന്റ് മാരിഡ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺമാരിഡ് ആണെങ്കിൽ അതിന്റെ കേസിൽ നമുക്ക് എങ്ങനെ പോയിന്റ്സ് ക്ലെയിം ചെയ്യാം? If the applicant is single, they would be getting 10 points unmarried status. അപ്പോൾ അത് if they are single, they would be getting 10 points straight away. അതല്ല ഈ ആപ്ലിക്കന്റ് ഒരു ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡന്റിനെയോ ഒരു ഓസ്ട്രേലിയൻ സിറ്റിസണെയോ ആണ് മാരി ചെയ്തിരിക്കുന്നതെങ്കിലും they would get 10 points. ഓസ്ട്രേലിയക്ക് പുറത്ത് എന്നുള്ള ഒരു ആപ്ലിക്കന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ മാരിഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സിംഗിൾ എന്നുള്ള സ്റ്റാറ്റസ് മാറിയ 10 പോയിന്റ്സ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് എങ്ങനെയാ ഒരു 10 പോയിന്റ്സ് പൗസ് വരുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് അവരാ വെഡ് ചെയ്ത് അവരുടെ പാർട്ട്ണർക്ക് മാക്സിമം 10 പോയിന്റ് ഇവരുടെ ആപ്ലിക്കേഷനിൽ അതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് കോമ്പീറ്റന്റ് ലെവൽ ഇംഗ്ലീഷ് സ്കോർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് 5 പോയിന്റ് കിട്ടും. 2, ഇവർ അപേക്ഷിക്കുന്ന അതേ കോർ സ്കിൽ ഓക്കുപേഷൻ്റെ ആ ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഓക്കുപേഷനിൽ ഈ പാർട്ട്ണർക്ക് പോസിറ്റീവ് സ്കിൽസ് അസസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 പോയിന്റ് കൂടി കൊടുക്കാൻ കഴിയും. അങ്ങനെ 10 പോയിന്റ് അത് കോമ്പൻസേറ്റ് ചെയ്യും. ഒന്ന് ഇംഗ്ലീഷ് കോമ്പീറ്റന്റ് ലെവൽ ഇംഗ്ലീഷ് സ്കോർ വേണം. 2 പോസിറ്റീവ് സ്കിൽസ് അസസ്മെന്റ് വേണം. എലിജിബിൾ നോമിനേറ്റഡ് ഓക്കുപേഷൻ. സെക്കൻഡറി ആപ്ലിക്കന്റിന്റെ സ്പൗസിന് പ്രൈമറി ആപ്ലിക്കന്റ് അപ്ലൈ ചെയ്യുന്നു. സെക്കൻഡറി ആപ്ലിക്കന്റിന്റെ 10 പോയിന്റ്സിൽ 5 പോയിന്റ്സ് നമ്മൾ കോമ്പറ്റന്റ് ലെവൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ 5 പോയിന്റ്. അതുപോലെ 5 പോയിന്റ്സ് അവരാ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പ്രൊഫഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു 5 പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്കിൽ അസസ്മെന്റ് ചെയ്ത് 5 പോയിന്റ്സ് ക്ലെയിം ചെയ്യുന്നതിന് പാർട്ട്ണർ പോയിന്റ് ക്ലെയിം ചെയ്യുന്നതിന് 45 വയസ്സ് താഴെ ആയിരിക്കും. എന്നാൽ പാർട്ട്ണറിന്റെ ലാംഗ്വേജിന്റെ സ്കോർ എടുക്കുന്നതിന് ഏജ് ബാറല്ല. അത് ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്കത് പറയാൻ കഴിയും.